നമസ്കാരം ഉണ്ട് കേട്ടോ, ജയനാണ്. അപ്പോൾ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പുതിയതായിട്ട് വന്നിരിക്കുന്നു പറഞ്ഞാൽ അടുത്ത മാസം 15-ാം തീയതി ലോഞ്ച് ആവാനിരിക്കുന്ന മഹീന്ദ്ര താറിൻ്റെ 5 ഡോറിൻ്റെ ലീക്ഡ് വീഡിയോസ് അല്ലെങ്കിൽ ലീക്ഡ് ഫോട്ടോസാണ് കേട്ടോ വന്നിരിക്കുന്നത്. അവരുടെ തന്നെ ഫോട്ടോഷൂട്ടിന് ഇടയ്ക്ക് എടുത്തിരിക്കുന്ന ഫോട്ടോയുടെ ആണ് കേട്ടോ ലീക്കായിട്ട് വന്നിരിക്കുന്ന ഫോട്ടോസാണ് നമ്മൾ ഈ കാണുന്നത് കേട്ടോ. ലീക്കായിട്ടുണ്ട് വീഡിയോസും അതുപോലെ ഫോട്ടോസും എല്ലാം ലീക്കായിട്ടുണ്ട്. എന്തോ മഹീന്ദ്രയുടെ ലാബിലോ അതോ ടെസ്റ്റിംഗ് സെൻറ്ററിലോ ഉള്ള ഫോട്ടോയാണ്. മഹീന്ദ്രയുടെ തന്നെ ആളുകൾ ലീക്ക് ചെയ്ത ഫോട്ടോസ് ആയിരിക്കും. കാരണം ഇതൊക്കെ ഒരു ടെക്നിക്കുകളാണല്ലോ, അല്ലെങ്കിൽ ടാക്ടിക്സ് ആണല്ലോ. മാർക്കറ്റിൽ വാല്യൂ സ്റ്റഡി ചെയ്യാനും അങ്ങനെയുള്ള. എന്തായാലും ഇന്ന് 15-ാം തീയതിയാണ്. കഴിഞ്ഞ ദിവസമാണ് ഈ ഫോട്ടോസെല്ലാം ലീക്കായിരിക്കുന്നത്. അടുത്ത 15-ാം തീയതി, അതായത് ഓഗസ്റ്റ് 15-ാം തീയതി സ്വാതന്ത്ര്യദിനത്തിൻ്റെ അന്നാണ് എന്തായാലും ഈ മഹീന്ദ്ര ഈ വാഹനത്തിനെ സ്വതന്ത്രനാക്കി വിടാൻ പോകുന്നു. അപ്പോൾ അതിന് ഒരു മാസം മുമ്പായിട്ട് എന്തായാലും ഒരു മാർക്കറ്റ് സ്റ്റഡിക്കും ഒരു കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടായിരിക്കും അവർ തന്നെ വിട്ടായിരിക്കും. കാരണം ആ ഫോട്ടോ കിടക്കുന്ന ആ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും അവരുടെ ഏതോ ലാബിലോ എവിടെയോ വെച്ചുള്ളൊരു ഫോട്ടോയാണ്. എന്തായാലും നല്ല നൈസായിട്ടുള്ള ഒരു ചെറിയ റെഡ് കളറിലാണ് വന്നിരിക്കുന്നത്. അതുപോലെ ഫ്രണ്ടിൽ നോക്കി കഴിഞ്ഞാൽ ഗ്രില്ലും പുതിയ ഗ്രില്ല്, പുതിയ ഹെഡ് ലാമ്പുകൾ, അതുപോലെ തന്നെ ഫ്രണ്ടിലെ ക്യാമറ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കാണാൻ പറ്റും നമുക്ക്. സൈഡ് ഫേസിലേക്ക് വന്നു കഴിഞ്ഞാൽ ORVM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പഴയ ഥാറിൻ്റെ അതേ തന്നെയാണ്. പക്ഷേ അതിൻ്റെ അടിയിൽ ക്യാമറ വരുന്നുണ്ട്. 360 ഡിഗ്രി ക്യാമറ നമുക്ക് ഉറപ്പിക്കാം. അതുപോലെ തന്നെ സെക്കൻഡ് റോയിലേക്കുള്ള ഡോറ് വന്നിട്ടുണ്ട്. ഡോറിൻ്റെ നമുക്ക് സി പില്ലറിലാണ് ഡോറിൻ്റെ ഹാൻഡിൽ കാണാൻ പറ്റും. അത് നമ്മൾ സ്പൈഡ് ആയിട്ടുള്ള ഇമേജസും കാര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ വീഡിയോ ചെയ്തപ്പോഴത്തേക്കും പറഞ്ഞത് നമുക്ക് ORVM നമുക്ക് കാണാൻ പറ്റും. 360 ഡിഗ്രി ക്യാമറയുടെ ആ ഒരു ചെറിയൊരു നോബ് അല്ലെങ്കിൽ ഒരു ചെറിയൊരു പ്രൊജക്ഷൻ കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും നമുക്ക് ഉറപ്പിക്കാം പഴയ ഥാറിലെ പോലെയല്ല, പുതിയ ഥാറിലേക്ക് വരുമ്പോഴത്തേക്കും കുറേയേറെ മാറ്റങ്ങളായിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ റൂഫ് മാറിയിട്ടുണ്ട്. റൂഫ് എന്തായാലും ബ്ലാക്ക് കളർ നമ്മൾ ആ വീഡിയോയിൽ അല്ല അയച്ച ഫോട്ടോയിൽ നമ്മൾ കണ്ടു. റൂഫ് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഫൈബർ ആയിട്ടുള്ള ഹാർഡ് ടോപ്പ് ആയിട്ടുള്ള മെറ്റാലിക് ആയിട്ടുള്ള റൂഫ് തന്നെയാണ് വരുന്നത്. മുകളിൽ വരുന്ന ആ ഒരു ബ്ലാക്ക് ടോപ്പ് ആയിട്ടുള്ള കളറാണ് വന്നിരിക്കുന്നത്. എന്തായാലും ഫൈബർ അല്ല, അല്ലെങ്കിൽ ഹാർഡ് ടോപ്പിൽ വരുന്നതെന്ന് പറഞ്ഞാൽ മെറ്റാലിക് തന്നെ, നമ്മൾ കാറിലൊക്കെ കാണുന്ന പോലെ തന്നെ ഡ്യുവൽ ടോണിൽ വരുന്ന ഒരു ബ്ലാക്ക് ടോപ്പ് ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള റൂഫ് തന്നെയാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇത്തവണ പുതിയ 5 ഡോർ താറിലേക്ക് വരുമ്പോഴത്തേക്കും. അത്തരം കാര്യങ്ങളൊക്കെയാണ് സൈഡ് ഫേസിലേക്ക് വരുന്നത്. പിന്നെ അലോയും ടയറുകളൊക്കെ നമ്മൾ ടെസ്റ്റിൻ്റെ സമയത്ത് അല്ലെങ്കിൽ സ്പൈഡ് ഇമേജിൽ ഒത്തിരി കണ്ടിരുന്നു. പക്ഷേ ഈ കാണുന്ന ഒരു മോഡലാണ് ഇപ്പോൾ പുതിയ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫോട്ടോയിൽ വന്നിരിക്കുന്നത്. ഈ ഒരു ടൈപ്പിലുള്ള അലോയ് വീൽസ് ആണ് കേട്ടോ വരുന്നത്. അതായത് പ്രൊഡക്ഷൻ മോഡലിലേക്ക് വരുമ്പോഴത്തേക്കും വരാൻ പോകുന്ന അലോയ്സ് ഈ ഒരു ഡിസൈനിലുള്ള അലോയ്സ് ആയിരിക്കും വരാൻ പോകുന്നത് കേട്ടോ. എന്തായാലും സിൽവറും ബ്ലാക്കും കൂടെ ഡുവൽ ടോണിൽ വരുന്ന അലോയ്സിൻ്റെ ഡിസൈൻ എന്തായാലും നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. എനിക്ക് എന്തായാലും പേഴ്സണലി ഇഷ്ടം. നമുക്ക് റെയർ പ്രൊഫൈലിലേക്ക് വന്നു കഴിഞ്ഞാൽ പുതിയതായിട്ട് രീതിയിലുള്ള മാറ്റങ്ങളൊന്നും വരാനില്ല. ആകെ വരുന്നത് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമറയുടെ ഓപ്ഷൻ മാത്രമാണ് എക്സ്ട്രാ ആയിട്ട് വരാൻ പോകുന്നത്. അതുപോലെ തന്നെ ടെയിൽ ലാമ്പിൻ്റെ ഡിസൈൻ ഒന്നും മാറുന്നുണ്ട്. ടെയിൽ ലാമ്പിൻ്റെ ഫോട്ടോ കാണിക്കാൻ കേട്ടോ. ഒരു സി ഷേപ്പിൽ വരുന്ന LED ആയിട്ടുള്ള ടെയിൽ ലാമ്പാണ് വരാൻ പോകുന്നത്. ഈ കാണുന്ന ഒരു ഷേപ്പാണ്, പഴയതാണ് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. അതുപോലെ തന്നെ ഇൻറ്റീരിയറിലേക്ക് നോക്കുവാണെങ്കിൽ ഡുവൽ ടോണിലുള്ള ഒരു ഇൻറ്റീരിയർ ആയിട്ട് വരുന്നത്. അതുപോലെ വുഡ് അല്ലെങ്കിൽ ചോക്ലേറ്റും അതുപോലെ ബ്ലാക്കും കൂടെ ഇത് നേരത്തെ ലീക്കായ ഒരു ഫോട്ടോസ് ആയിരുന്നു കേട്ടോ. അവരുടെ തന്നെ ലാബിൽ നിന്ന്, മഹീന്ദ്ര ലാബിൽ നിന്ന് ലീക്കായ ഒരു ഫോട്ടോസ് ആയിരുന്നു ആ ഇൻറ്റീരിയറിൻ്റെ ടോൺ. അതുപോലെ തന്നെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് വരുമ്പോൾ ഫുള്ള് ഡിജിറ്റലായിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് വരാൻ പോകുന്നത്. നമ്മുടെ XUV 700 വരുന്ന അതേ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് വരാൻ പോകുന്നത്. അതുപോലെ തന്നെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ 10.5 ഇഞ്ചിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ് വരാൻ പോകുന്നത്. ഇൻറ്റീരിയറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പഴയ കാറിൽ വന്ന അതേ ഒരു AC കൺട്രോളുകളും അങ്ങനെയുള്ള സ്വിച്ചുകളും കാര്യങ്ങളും, അതുപോലെ തന്നെ AC വെൻറ്റുകളാണെങ്കിൽ തന്നെ റൗണ്ടഡ് ഷേപ്പിലുള്ള ആ പഴയ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് വരാൻ പോകുന്നത്. ടോഗിൾ സ്വിച്ചുകൾ അങ്ങനെയുള്ള ആ പാനലുകളെല്ലാം തന്നെ വരാൻ പോകുന്നത് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഹാൻഡ് ബ്രേക്ക് കണ്ടാൽ അറിയാൻ പറ്റും ഇലക്ട്രോണിക് ഒന്നും അല്ല വരുന്നത്. മാനുവലായിട്ടുള്ള ഹാൻഡ് ബ്രേക്കിൻ്റെ ഹാൻഡിൽ തന്നെയാണ് വരുന്നത്. അതുപോലെ നമുക്ക് ആംബ്രസ്റ്റും അതുപോലെ തന്നെ സെൻട്രൽ ആംബ്രസ്റ്റും അതുപോലെ തന്നെ ഹാൻഡ് റെസ്റ്റും 2 സീറ്റിലും വരുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റിയറിംഗിലേക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് പഴയ ഥാറിൻ്റെ സ്റ്റിയറിംഗ് റീപ്ലേസ് ആയിട്ടുണ്ട്. ഇത്തവണ വരുന്നതെന്ന് പറഞ്ഞാൽ സ്കോർപ്പിയോൻ്റെ സ്റ്റിയറിംഗ് ആയിട്ടാണ് വരാൻ പോകുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ സ്കോർപ്പിയോനിലേക്ക് വരുന്ന ഒരു സൺറൂഫ് എന്തായാലും സിംഗിൾ പാൻ ആയിട്ടുള്ള ഒരു സൺറൂഫ് എന്തായാലും കാറിൽ വരാൻ പോകുന്നുണ്ട്. ഇതൊക്കെ സ്പൈഡ് ആയിട്ടുള്ള ഇമേജസ് ആണ്. അതുപോലെ തന്നെ പ്ലാറ്റ്ഫോം എന്തായാലും ബിൽറ്റ് ചെയ്ത് വരാൻ പോകുന്നത് സ്കോർപ്പിയോനിൻ്റെ അതേ പ്ലാറ്റ്ഫോമിലായിരിക്കും. അതുകൊണ്ട് തന്നെ കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിലായിരിക്കും. അതുപോലെ തന്നെ ഡിസൈൻ ചെയ്ത് വരാൻ പോകുന്നുണ്ട് താറ്. ഫ്രണ്ടിലേക്ക് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ആ ഗ്രില്ലൊരു പഴയ അർമാഡയുടെ ഒരു സ്റ്റൈലിലേക്കുള്ള ഒരു റൗണ്ട് ലൈറ്റുകളും, ഹെഡ് ലാമ്പ് ആണെങ്കിൽ LED പ്രൊജക്ടർ ഹെഡ് ലാമ്പുകളാണ്. അതുപോലെ തന്നെ ഒരു സർക്കുലർ ആയിട്ടുള്ള അതിലൊരു LED സ്ട്രിങ് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ DRLൻ്റെ ആ ഒരു സ്ട്രിങ് കൊടുത്തിട്ടുണ്ട്. ബമ്പർ വരുന്നത് ഡ്യുവൽ ടോണിലാണ് വരുന്നത്. സെൻറ്ററിലേക്ക് ആഷ് കളറും അതുപോലെ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ബ്ലാക്ക് കളറും, അതിൻ്റെ സൈഡിൽ നിന്ന് പാർക്കിംഗ് ലൈറ്റിലേക്ക് ഒരു ലൈനും പോകുന്നുണ്ട്. അതുപോലെ എഞ്ചിൻ സ്പെക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സ്കോർപ്പിയോ എന്നിൻ്റെ എഞ്ചിനുകളായിട്ടായിരിക്കും വരാൻ പോകുന്നത് കേട്ടോ. അതായത് 2.2 ലിറ്ററിൻ്റെ ഡീസൽ എഞ്ചിനും അതുപോലെ തന്നെ 2 ലിറ്ററിൻ്റെ പെട്രോൾ എഞ്ചിനും സ്കോർപ്പിയോ എന്നിൽ വരുന്ന അതേ എഞ്ചിൻ സ്പെക്കുകളായിരിക്കും വരാൻ പോകുന്നത്. സേഫ്റ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ എയർ ബാഗുകൾ, അഡാസ്റ്റു ഫീച്ചേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും വരാൻ പോകുന്നത്. അതുപോലെ വൈഫൈ കണക്ടിവിറ്റി, ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കും പുതിയ 5 ഡോർ ഥാർ വരാൻ പോകുന്നത്. അർമഡ എന്നാണ് പേര് ഒഫീഷ്യലി അവർ പറഞ്ഞിരിക്കുന്നതെങ്കിലും നമുക്ക് ലോഞ്ചിൻ്റെ സമയത്തായിരിക്കും കറക്റ്റ് പേരുകൾ അറിയാൻ പറയുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ORVMൽ കാണിച്ചിരിക്കുന്ന ബാഡ്ജിങ്ങിൽ താറെന്ന് തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് താറാണോ അതെയോ അർമഡ ആയിട്ടാണോ പേര് വരുന്നതെന്ന് നമുക്ക് ലോഞ്ചിൻ്റെ സമയത്ത് തന്നെ അറിയാൻ പറ്റുള്ളൂ. എന്തായാലും ഓഗസ്റ്റ് 15 അൺവെയിൽ ചെയ്യുകയും അതുപോലെ തന്നെ ഒക്ടോബർ സ്റ്റാർട്ടിങ്ങിൽ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുകയും ഒക്ടോബർ അവസാനത്തോടെ ഡെലിവറികളൊക്കെ വരുമെന്നാണ് ഇപ്പോൾ ഉള്ള ന്യൂസുകളിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ.